പരിചയപ്പെടുന്ന പല ബിസിനസ് ഓണേഴ്സിനും പറയാനുള്ളത്, ഞാൻ എൻ്റെ സെയിൽസ് ടീം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ബിസിനസ്സിലേക്ക് നല്ലപോലെ സെയിൽസ് വരുന്നുണ്ട്, പക്ഷേ എൻഡ് ഓഫ് ദ ഇയർ നോക്കുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് സൈഡ് വളരെ താന്നിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് പ്രോഫിറ്റ് നല്ലപോലെ കിട്ടുന്നില്ല, എൻ്റെ ഇൻകവും എക്സ്പെൻസും മാച്ച് ആയി പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസ് ഒരുപാട് കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു ബിസിനസ് ഓണറാണ് എങ്കിൽ, നിങ്ങളും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ റവന്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും, എന്നാൽ ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും ഒരു രീതിയിലും ശ്രദ്ധിക്കാതെ പോകുന്നതും അധികം ഓവർലുക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ബിസിനസ്സിലെ റവന്യൂ ലീക്കേജ്. എവിടെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കാശ് നഷ്ടപ്പെടുന്നത്, എവിടെയാണ് അനാവശ്യമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഓവറായിട്ട് പേ ചെയ്യുന്നത്, അനാവശ്യമായിട്ട് പേ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ബിസിനസ് കൂട്ടുന്നതോട് കൂടെ തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ റവന്യൂ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ഒരിക്കലും നമുക്ക് വിചാരിച്ച ഒരു ഗ്രോത്ത് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ അനാവശ്യമായിട്ട് വരുന്ന ചാർജസ്, അനാവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം പല ബിസിനസ്സിലും നമ്മൾ ഇപ്പം ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസും അതേപോലെ ഒരുപാട് യൂട്ടിലിറ്റീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ 100% യൂട്ടിലൈസേഷനോട് കൂടി ഉപയോഗിക്കുന്നുണ്ടോ, നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങി വെച്ച് അതിന് നമ്മൾ അനാവശ്യമായിട്ട് പേ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ലൈസൻസ് എടുത്ത് അതിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഒരു യൂസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, മറ്റുള്ള 2 യൂസേഴ്സും ലൈസൻസും നമ്മൾ ഫ്രീ ആയിരിക്കാം, പക്ഷേ അതിൻ്റെയും കൂടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള എന്തെല്ലാം നമ്മുടെ കമ്പനികളിൽ ഉണ്ടോ, നമ്മൾ അനാവശ്യമായിട്ട് എന്തെല്ലാം നമ്മുടെ കമ്പനികളിൽ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, മാൻ പവർ ആയിക്കോട്ടെ, മറ്റെന്ത് റിസോഴ്സും ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലെ റിസോഴ്സിനെ 100% യൂട്ടിലൈസേഷൻ ചെയ്യുക എന്നുള്ളത് ആ ഉത്തരവാദിത്തം നമ്മുടെ മേലിലാണുള്ളത്. അപ്പൊ നമ്മൾ ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് ഏതൊക്കെ ഏരിയാസിലാണോ നമുക്ക് എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ നമ്മുടെ ഏരിയാസ് നോക്കുമ്പോൾ നമ്മുടെ എക്സ്പെൻസിന്റെ ഓരോ ഹെഡും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഹെഡിലാണ് നമുക്ക് എക്സ്പെൻസ് കൂടുതലുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നു, ഇതിനെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ കൂടുതൽ എക്സാമിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ബാക്ട്രേസ് ചെയ്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അറിയാത്ത ഒരുപാട് റവന്യൂ ലീക്കേജുകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അനാവശ്യമായിട്ടുള്ള റവന്യൂ ലീക്കേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു വിധം വരെ നമ്മൾ ബിസിനസ് ഓണേഴ്സ് അതിലേക്ക് മാക്സിമം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഇത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ വിചാരിച്ച ഒരു ഗ്രോത്ത് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലുള്ള റവന്യൂ ലീക്കേജ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, മൈസെൽഫ് സുഹാസ് ചെപ്പാലി. ഐ ആം ദ പ്രോഫിറ്റ് സ്ട്രാറ്റജിസ്റ്റ്. താങ്ക് യു സോ മച്ച് എവ്രിവൺ. ബൈ ബൈ.